നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ, ജസീം. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കോർ 265 എന്ന ടാർഗറ്റ് ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് മറികടന്ന ദിവസം. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ IPL മാത്രമല്ല, ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ സ്കോറാണ് പഞ്ചാബ് മറികടന്നിരിക്കുന്നത്. ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് ആദ്യം KL രാഹുലിൻ്റെ 150 മുകളിലുള്ള സ്കോർ പിറന്നു. അതിനുശേഷം പഞ്ചാബിൻ്റെ ആ ഒരു നിങ്ങൾ അതായത് എത്ര അടിക്കുകയാണെങ്കിലും അതിനപ്പുറം ഞങ്ങൾ അടിക്കും എന്ന രീതിയിൽ പഞ്ചാബ് ആ ഒരു സ്കോർ, ആ ടാർഗറ്റ് പോലും അത് ഒരു ഓവർ ബാക്കി നിൽക്കെ അവർ ചേസ് ചെയ്ത് വിജയിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് പറയുമ്പോൾ ഒരു ആബ്സല്യൂട്ട് സിനിമ എന്ന് തന്നെ പറയാൻ കഴിയുന്ന മത്സരമായിരുന്നു. ഈ മത്സരത്തിലെ വിശേഷങ്ങൾ ജയേഷ്, എങ്ങനെ ഉണ്ട് ഈ മത്സരം? അതായത് ഒരു യാകാശം കടക്കെ മുന്നോട്ട് കുതിക്കുകയാണ് ശ്രേയസ് അയ്യരുടെ പഞ്ചാബ്. ഒരു സ്ഥലത്ത് പോലും അവരെ പിടിച്ചു നിൽപ്പിക്കാൻ കഴിയുന്നില്ല. എല്ലാ മത്സരവും ജയിക്കുന്നു. നിങ്ങളൊരു 250 260 റൺസ് എടുക്കുകയാണെങ്കിലും അതും ഞങ്ങൾ ചേസ് ചെയ്യുമെന്ന രീതിയിലുള്ള അവരുടെ ബാറ്റർമാരുടെ പ്രകടനം മൊത്തത്തിൽ പ്രഭ്സിംഹാൻ സിൻഹയും അതുപോലെ തന്നെ പ്രിയാൻ ഷാരിയ, ശ്രേയസ് അയ്യർ എല്ലാവരും കൂടി ഏത് സ്കോറാണെങ്കിലും ഞങ്ങൾ അത് മറികടക്കുമെന്ന രീതിയിൽ ബാറ്റ് ചെയ്യുകയാണ്. എന്ത് തോന്നുന്നു പഞ്ചാബിന്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച്? MSK പറഞ്ഞാണ് അബ്സല്യൂട്ട് സിനിമ എന്ന്. സാധാരണ MSK ആണ് സിനിമ റെഫറൻസ് പറയാറുള്ളത്. ഞാൻ എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഈ ധീര സിനിമയ്ക്കകത്ത് ഒരുപാട് പേരെ വെട്ടി വീഴ്ത്തിയിട്ട് അവസാനം നായകൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഒരു 10 പേരെ കൂടി അയക്കുന്നോ ഷേർഖാൻ എന്ന്. അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശ്രേയസ് ചോദിക്കുകയാണ്, ഒരു 10-30 റൺസും കൂടി എടുക്കുക, ഞങ്ങൾ അടിക്കാമെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് പഞ്ചാബ്. നിങ്ങൾ ഒരുപാട് ഗ്രഹപാഠം ചെയ്തിരിക്കുന്നു. ഡൽഹിയുടെ 7 പന്ത് ബാക്കിയാണ്. അതെ, ഡൽഹിയുടെ ഇന്നിങ്സ് കഴിഞ്ഞ സമയത്ത് തോന്നിയിരുന്നു ഇതിപ്പോ ഇനി പഞ്ചാബിന്റെ സീസണിൽ ആദ്യത്തെ തോൽവിയായിരിക്കും എന്നുള്ള രീതിയിലെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചകൾ വരുന്നു. പേഴ്സണലി എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു ഈ മത്സരം പഞ്ചാബ് പരാജയപ്പെടുമായിരിക്കും എന്നുള്ളത്. പക്ഷേ പഞ്ചാബാണ്, അവരെ ഒരു തരത്തിലും എഴുതി തള്ളാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, പഞ്ചാബിനെ വീഴ്ത്താൻ ഇനി ഏതെങ്കിലും ഒരു ടീം ഉണ്ടെങ്കിൽ അത് ആരെക്കൊണ്ട് പറ്റും? നിലവിലെ സാഹചര്യത്തിൽ ആരെക്കൊണ്ടും പറ്റുമെന്ന് തോന്നുന്നില്ല. 265 ചേസ് ചെയ്ത് വിജയിക്കുന്നതും ഒരു ഓവർ ബാക്കി നിർത്തി, അത്രമാത്രം അത് അത്യാവശ്യം നല്ല ഗംഭീരമായ ബൗളിംഗ് യൂണിറ്റ് ഉള്ള ഡൽഹിക്കെതിരാണ് ഈ കാഴ്ചവെച്ചിരിക്കുന്നതാണ്. പഞ്ചാബ് തുടക്കത്തിൽ തന്നെ, അതായത് ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ അവർ വിജയിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം 6 ഓവറിൽ പവർ പ്ലേയിൽ 116 റൺസാണ് അവരുടെ സ്കോർ എന്ന് പറയുന്നത്. T20യിലെ രണ്ടാമത്തെ ഏറ്റവും മികച്ച പവർ പ്ലേ സ്കോർ കൂടിയാണ് അത് വന്നിട്ടുള്ളത്. അത് പ്രഭ്സിമ്രാനും ഒപ്പം തന്നെ പ്രിയാൻ ഷാരിയും ചേർന്നുള്ള ഒരു അതിഗംഭീരമായ കൂട്ടുകൂടി. അതിൽ തന്നെ പവർ പ്ലേക്കകത്ത് തന്നെ മുകേഷ് കുമാറിൻ്റെ ഒരു ഓവറിൽ തുടർച്ചയായിട്ട് എല്ലാ പന്തുകളും ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് പ്രഭ്സിമ്രാന് അതിഗംഭീരമായിട്ടുള്ള ആ ഒരു തുടക്കം അവർക്ക് നൽകിയത്. പിന്നീടെത്തിയ തീർച്ചയായിട്ടും ശ്രേയസ് അയ്യർ പിന്നീട് തുടരെ 2 വിക്കറ്റുകൾ പോയി. ശ്രേയസ് അയ്യരുടെ ക്യാച്ച് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു, അതും അവർ നഷ്ടപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഗംഭീരമായിട്ട് തന്നെ ശ്രേയസ് അയ്യർ ആ ഇന്നിങ്സ് മുന്നോട്ട് നയിക്കുകയാണ്. അവസാനം കളിച്ച പറയാൻ തോന്നുന്നു, ശ്രേയസ് അയ്യരുടെ അവസാനം കളിച്ച 4 ഇന്നിങ്സുകളിൽ ഒന്നിപ്പോൾ ഇത് 36 പന്തിൽ 71 നോട്ടൗട്ട്, അതിനു മുമ്പ് 35 പന്തിൽ 66, 33 പന്തിൽ 69 നോട്ടൗട്ട്, 29 പന്തിൽ 50 എന്ന് പറയുന്നതാണ് ശ്രേയസ് അയ്യരുടെ ഇന്നിങ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിഗംഭീരമായ ഒരു പ്രകടനത്തോടു കൂടി തന്നെ പഞ്ചാബ് ഈ മത്സരം സ്വന്തമാക്കി. ഇപ്പോൾ 7 മത്സരങ്ങളിൽ നിന്ന് 6 വിജയം, ഒപ്പം തന്നെ ആദ്യത്തെ മത്സരം മഴ വാഷൗട്ടായ ഒരു മത്സരത്തിൽ ലഭിച്ച 1 പോയിന്റും അടക്കം അവർ എതിരാളികളില്ലാതെ മുന്നേറുകയാണ്. 7 മത്സരം ബാക്കിയുണ്ട്. വെറും 2 മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പ്ലേ ഓഫ് സ്പോട്ട് സ്വന്തമാകും. ഈ IPL ചരിത്രത്തിൽ തന്നെ ഈ വിധം കുതിപ്പ് നടത്തുന്ന തുടക്കത്തിൽ തന്നെ ഈ വിധം കുതിപ്പ് നടത്തുന്ന ടീമുകൾ വളരെ വിരളമായിരിക്കും. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കിരീടം എന്തുകൊണ്ടും ഞങ്ങൾ സ്വന്തമാക്കുമെന്നൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ശ്രേയസ് അയ്യരും ടീമും ഈ വർഷം ഇറങ്ങിയിട്ടുള്ളത്. അത് തന്നെയാണ് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ ശ്രേയസ് അയ്യരോട് ചോദിക്കുന്നത്, ഈ എങ്ങനെ ഒരു ടാർഗറ്റ്, ഇത്രയും വലിയൊരു ടാർഗറ്റ് വന്നപ്പോൾ എന്തായിരുന്നു മനസ്സിലെന്ന്. ശ്രേയസ് അയ്യർ പറയുന്നുണ്ട്, അവർ ഈ സർഫേസിൽ 264 എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും 1 റൺസ് മാത്രമാണ് ഞങ്ങൾക്ക് അധികം എടുക്കാനുള്ളത്, അത് എടുക്കണമെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയതെന്നുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള തുടക്കം പ്രഭ്സിമ്രാനും പ്രിയാൻ ഷാരിയും ചേർന്ന് നൽകി. ശ്രേയസും വന്നിട്ട് അത് ഭംഗിയാക്കി തീർത്തു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു അബ്സല്യൂട്ട് സിനിമ തന്നെയായിരുന്നു പഞ്ചാബിൻ്റെ ഇന്നിങ്സ്, പഞ്ചാബിൻ്റെ ബാറ്റിംഗ്. 529 റൺസാണ് മൊത്തത്തിൽ ഈ മത്സരത്തിൽ നേടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് 546 റൺസായിരുന്നു 2024 IPL പിറന്നത്. അപ്പം ആ ഒരു റൺസ് ടാലി നോക്കുമ്പോൾ 2 ടീമും കൂടി 529 റൺസ്, അതായത് 20 ഓവർ എന്ന് പറയുമ്പോൾ 20-20 40 ഓവർ
120 240 പന്തുകളിൽ നിന്നാണ് അതിന്റെ ഇരട്ടി റൺസ് ഈ മത്സരത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പഞ്ചാബിന്റെ 11ാമത്തെ 200+ സക്സസ്ഫുൾ ചേസ് ആണ്. ഇതിനു മുമ്പ് 7 ഇതുപോലെ സക്സസ്ഫുൾ ആയി ചേസ് ചെയ്ത മറ്റു ടീമുകളേ ഉള്ളൂ. പഞ്ചാബ് ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല 529 റൺസ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പഞ്ചാബിനെ പോലെ തന്നെ ഡൽഹിയും നന്നായി ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ KL രാഹുൽ 152 റൺസ് നേടിക്കൊണ്ട് ഡൽഹിക്ക് മികച്ചൊരു കുതിപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഈ റൺസ് എന്ന് പറയുമ്പോൾ 529 റൺസ് എന്ന് പറയുമ്പോൾ ബോളർമാർക്ക് ഒരു പ്രാധാന്യം ഇല്ലാത്തൊരു മത്സരമായി പോയി ജസീം. ഇന്ന് ഡൽഹിയിലെ ചൂട് എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. അതായത് കനത്ത ചൂടാണ്. ആ ചൂടിൽ ഇന്ന് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നിന്ന് എത്തിയിട്ടുള്ളത് 28,000 കാണികളാണ്. 28,000 കാണികൾക്ക് ഇന്ന് കണ്ണിന് കുളിർമയാകുന്ന ഒരു വല്ലാത്തൊരു മത്സരമായിരിക്കും. കാരണം ആരും കൊതിച്ചു പോകും ആ ഒരു സ്റ്റേഡിയത്തിലെത്താനും ആ ഒരു മത്സരം കാണാനും. ഇതുപോലെ പ്രാസോപിച്ച ഒരു കാര്യം കൂടി പറയാം, ബാറ്റിന്റെ ചൂടും ഒരുപാട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കളിക്കാരും കൂടി ആ ഒരു മത്സര ചൂട് കൂടി ഉണ്ടായ ഒരു മത്സരം കൂടിയാണ്. ചൂടാണ് മൊത്തത്തിൽ ആ ഒരു ചൂടൊക്കെ കൂടിയ ഒരു IPL ഒരു പോരാട്ടം നേരിട്ട് കാണാൻ പറ്റുക എന്നുള്ളത് വല്ലാത്തൊരു ഒരു ഫീലായിരിക്കും. ഇന്ന് തീർച്ചയായിട്ടും ആ കാണികൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാകും. കാരണം രണ്ട് ടീമും നന്നായിട്ട് കളിക്കുന്നു. ഇപ്പോൾ MSK ചോദിച്ചിലേക്ക് തന്നെ വരുവാണെങ്കിലും ഇന്ന് ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് അപ്രസക്തരാ. ഒരു തരത്തിലും ബൗളിങ്ങിന് ഇന്ന് ഒരു പ്രസക്തിയില്ലാത്ത ഒരു മത്സരം എന്ന് തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു. കാരണം 240 ബോളിൽ 500 സംതിങ് റൺസ് വരിക എന്ന് പറയുന്നത് തന്നെ ബൗളർമാർക്ക് പിന്നെ അവിടെ എന്ത് ചെയ്യാനാന്നുള്ളതാണ്. അത് തന്നെ ഇന്നത്തെ ടീമിലെ 2 ടീമിലെയും കളിക്കാർ ഒരുപക്ഷെ മരുഭൂമിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആയിരിക്കും തോന്നുന്നു. മരങ്ങൾ അധികം നടേണ്ടി മരങ്ങളൊക്കെ നടുവാണെങ്കിൽ തന്നെ ചൂട് കാരണം ചിലപ്പോൾ അത് വളരില്ലല്ലോ. അപ്പൊ അങ്ങനെ കാരണമുണ്ട്. അപ്പോൾ ഇന്നിപ്പോ ഡൽഹിയുടെ ഒരു ഇന്നിങ്സിലേക്ക് വരികയാണ് KL രാഹുൽ. ഇന്നിപ്പോ പ്ലെയർ ഓഫ് ദ മാച്ചും അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സംഭാവന എന്ന് പറയുന്നത് അത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുള്ളതാണ്. എന്തായാലും പഞ്ചാബിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഡൽഹിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയുള്ളതാണ്. കാരണം പഞ്ചാബിനോടായതുകൊണ്ട് മാത്രം അവർ തോറ്റൊരു മത്സരം കൂടിയാണ് ഇന്ന് പറയുന്നത്. ഇന്ന് അവരുടെ ഒരു ഫസ്റ്റ് വിക്കറ്റ് ഇപ്പോൾ അവരിന്ന് പാത്തും നിസംഗ ആദ്യം ഒരു വലിയൊരു പോരാട്ടം കാഴ്ചവെക്കുന്നതിന് മുമ്പ് പുറത്തായെങ്കിലും പിന്നീട് നിതീഷ് റാണയെ കൂട്ടുപിടിച്ചുകൊണ്ട് KL രാഹുൽ ആ 2ാം വിക്കറ്റിൽ നടത്തിയ ഒരു പ്രകടനമുണ്ട്. അസാധ്യമായ പ്രകടനം. 220 റൺസ് പാർട്ണർഷിപ്പ്. അത് 96 വെറും 96 പന്തിലാണ് അവർ ആ ഒരു പാർട്ണർഷിപ്പ്. ഞാൻ കരുതുന്ന ഒരു നിതീഷ് റാണയെ കൂടി ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു മനോഹരമായ ഒരു ഇന്നിങ്സ് അവിടെ കാണാനായിരുന്നു. തീർച്ചയായിട്ടും ഡിസർവിംഗ് ആയിരുന്നു. കാരണം അദ്ദേഹം KL രാഹുലും സെഞ്ചുറി അടിക്കുന്ന, കാരണം കാണികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രേക്ഷകരൊക്കെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അനുഭൂതി നൽകുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അത് ഗംഭീരമായിരുന്നു. പിന്നീട് 3ാം വിക്കറ്റിലേക്ക് പിന്നെ അവർക്ക് പോകേണ്ട ഒരു ആവശ്യം അവിടെ വന്നപ്പോഴേക്ക് കളി തീരുകയാണ്. പക്ഷെ അവിടെ ഡേവിഡ് മില്ലർ പിന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ട് സംഭാവന ചെയ്യാനുള്ള ഒരു അവസരമൊന്നും ലഭിച്ചില്ല. അപ്പോൾ ഈ ഒരു 2ാം വിക്കറ്റ് കൂട്ടുകെട്ട് എന്തുകൊണ്ടും ഒരു റെക്കോർഡുകൾ ഉള്ള ഒരു കൂട്ടുകെട്ട് കൂടെയാണ്. കാരണം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇതുവരെ ലഭിച്ചിട്ടുള്ള, അവരെ ചരിത്രത്തിൽ ഡൽഹിക്ക് ലഭിച്ചിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇതെന്ന് പറയുന്നത്. 2ാം വിക്കറ്റിൽ അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൂട്ടുകെട്ടാണ്. അങ്ങനെ ഒട്ടേറെ റെക്കോർഡുകളൊക്കെ ഈ മത്സരത്തിൽ പിറന്നു എന്നുള്ളതും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ റൺസ് ചേസിങ്ങിന്റെ ഒരു റെക്കോർഡ് പിറന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ സ്റ്റാറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ ഒട്ടേറെ റെക്കോർഡുകൾ പിറന്ന ഒരു മത്സരം തന്നെയാണ്. അപ്പോൾ ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായ ഒരു മത്സരത്തിലേക്ക് ബാറ്റർമാർ അത് വലിയ രീതിയിൽ അത് കൊണ്ടുപോകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഡൽഹിയെ വിട്ട് പഞ്ചാബിലേക്ക് കടന്നാൽ പഞ്ചാബ് എന്നുള്ളൊരു ടീം അവര് ഈ ഒരു IPLന്റെ എല്ലാ സീസണുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും കിരീടത്തിന് ഡിസർവ് ചെയ്ത ഒരു ടീം തന്നെയാണ്. അവർ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. നല്ല ടീം ഉണ്ടാവും. പലപ്പോഴും ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഒരു ആധിപത്യമുള്ള ഒരു ടീമായിരുന്നു അവരുടെ തുടക്കം മുതലുണ്ടായിരുന്ന. പിന്നീട് അവര് പലപ്പോഴും കിരീടം നേടാനൊക്കെ കേൾപ്പുള്ള ഒരു ടീം. പക്ഷെ ഭയങ്കര ഒരു ഭാഗ്യമില്ലാത്ത ടീമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബ് എപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പോലും അവർ അവസാനം ആ ഒരു തോൽവിയൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും കാലമായിട്ട് ഒരു കിരീടമില്ലാത്ത ഒരു ടീമായി മാറുക. അത് ഇനിയിപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ ഒരു കിരീടം എടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പഞ്ചാബിനെ പോലെയുള്ള ഒരു ടീം കപ്പ് ഡിസർവ് ചെയ്യുന്നുണ്ടുള്ള കാര്യം കൂടിയുണ്ട്. പിന്നെ പഞ്ചാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഇപ്പോൾ നേരത്തെ ജയശങ്കർ പറഞ്ഞ പോലെ ഈ ഒരു സീസണിൽ അവർ കിരീടത്തിന് അർഹിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അവർ എന്തുകൊണ്ടും അർഹരാണ് എന്നുള്ള ഒരു കാര്യം ഈ ഒരു മത്സരം, ഇത്രയും മത്സരം കഴിയുമ്പോഴേക്ക് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിനി തോൽപ്പിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അവരിനി എങ്ങനെ തോൽപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നൊരു 7 പന്ത് ബാക്കി നിൽക്കുകയാണ് ഇവരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. 2020യെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത്ര വലിയൊരു ചേസ് ചെയ്യുന്ന ഒരു അവസരത്തിൽ 7 ബോൾ, അതായത് ഓരോ ഓവറും ഒരു പന്തും അവിടെ ബാക്കി നിൽക്കണം. അപ്പോൾ അങ്ങനെ അടിക്കുന്ന ഒരു ടീം, നേരത്തെ പറഞ്ഞ പോലെ ഇനിയും റൺസുകൾ ഉണ്ടെങ്കിൽ അവർ ആ രീതിയിലേക്ക് കളി മാറ്റുന്നുള്ളതാണ്. ഇന്ന് ടോപ്പ് ഗിയറിലാണ് അവരുടെ കളി തുടങ്ങിയത് തന്നെ.
സിക്സോട് കൂടി ഒരു തുടക്കം, ആ ഒരു ഗംഭീര തുടക്കം. കാരണം പതിയെ തുടങ്ങുന്ന ഒരു രീതിയിലേക്കല്ല, അറ്റാക്ക്, ഒന്നാമത്തെ ബോൾ തന്നെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള പറയുന്ന ആ ഒരു രീതിയിലേക്ക് ടീം മാറി എന്നുള്ളതും. അപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പക്ഷേ ഈ പ്രാവശ്യം കിരീടം നേടുകയാണെങ്കിൽ, അത് അപരാജിതരായിട്ട് ചിലപ്പോൾ തുടർന്ന് പോവുകയാണെങ്കിൽ ഒരു തരത്തിലും നമുക്ക് അതിശയപ്പെടേണ്ട കാര്യമില്ല എന്നുകൂടി തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കിരീടം അവർക്ക് നമ്മളിപ്പം മറ്റ് വിരാട് കോഹ്ലിയുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് പോലെ നമ്മൾ പറയാത്തൊരു കാത്തിരിപ്പ് മറ്റൊരാളുടെ കൂടിയുണ്ട്, പ്രീതി സിൻഡയുടെ കാത്തിരിപ്പ്. തീർച്ചയായിട്ടും പ്രീതി സിൻഡ ഡിസേർവിംഗ് ആണ്. കാരണം നമ്മൾ IPL തുടങ്ങിയ സമയത്ത് തന്നെ പ്രീതി സിൻഡയും പിന്നെ ഈ മറ്റ് ഷാറുഖ് ഖാൻ വളരെ അപൂർവ മത്സരങ്ങളിലേ വരാറുള്ളൂ. പക്ഷെ പ്രീതി സിൻഡ ആദ്യ മത്സരം തൊട്ട് എല്ലാ മത്സരങ്ങളിലും പഞ്ചാബിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര തോറ്റു കഴിഞ്ഞാലും അവർക്കൊരു പ്രശ്നമില്ല. അവര് മുംബൈയുടെ കഴിഞ്ഞ മത്സരത്തില് മുംബൈയുടെ ഓണർ കൂടിയായ ആകാശ് അംബാനി സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് പോയി ഒരു നാണംകെട്ട തോൽവിയിലേക്ക് പോകുന്ന തോന്നിച്ചാട്ടത്തില് ആകാശ് അംബാനി മടങ്ങിപ്പോവാണ്. സ്റ്റാൻഡിൽ നോക്കിയിട്ട് കാണികളോടും പോവാൻ വേണ്ടി പറയാണ്. ഗോയങ്കയുടെ കാര്യം പിന്നെ പറയണ്ട, അത് പ്ലെയേഴ്സിനെ അദ്ദേഹം നിർത്തിപ്പൊരിക്കും. ബൗണ്ടറി ലൈനിലൊക്കെ വെച്ചിട്ട് രാഹുലൊക്കെ അവിടെ ഓടി രക്ഷപ്പെട്ടതാണ്. പന്തിന് 10 വർഷം കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓണേഴ്സിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെയാണ് ഇത്രയും വർഷമായിട്ട് കിരീടമില്ലാഞ്ഞിട്ട് പോലും എല്ലാ പ്ലെയേഴ്സിനെയും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഹഗൊക്കെ ചെയ്ത് ഭയങ്കര അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വന്നപ്പോഴേ അത് ചർച്ചയായിട്ടുണ്ട് കേട്ടോ, പ്രീതി സിൻഡയെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് എപ്പോഴും ഗോയങ്കയുടെ കേസ് വന്നപ്പോൾ തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല അവരുടെ പ്രസൻസ്, അവരുടെ പിന്നെ ഈ ജെന്റിൽ ആയിട്ടുള്ള ഈ എത്ര കളി ടീം പഞ്ചാബ് ഒരുപാട് പ്രാവശ്യം നിരാശപ്പെടുത്തിയിട്ടുണ്ട്, വലിയ രീതിയിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും താരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് പ്രീതി സിൻഡയുടെ ആ ഒരു സപ്പോർട്ട്, ഈ 18 കൊല്ലമായിട്ടുള്ള പ്രീതി സിൻഡയുടെ സപ്പോർട്ട് വലിയൊരു കാര്യം തന്നെയാണ്. മറ്റ് വിരാട് കോഹ്ലിയുടെ കാത്തിരിപ്പ് പോലെ എടുത്തു പറയേണ്ടത് തന്നെയാണ് പ്രീതി സിൻഡയുടെ കാത്തിരിപ്പ്. തീർച്ചയായിട്ടും അവർ ഈ വർഷം കപ്പ് അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഹിറ്റാവാൻ പോകുന്ന അല്ലെങ്കിൽ ഓടാൻ പോകുന്ന റീലിലെ സോങ് ഏതായിരിക്കും എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ജയേഷിന്? മറ്റേ നമ്മുടെ കുഞ്ചിരി നഞ്ചി കൊഞ്ചിക്കോ ജിയ ജലേ ജാച്ചലേ, ഒരുപക്ഷെ ആ ഒരു പാട്ട് ഈ അവരഭിനയിച്ച സിനിമയിലെ പാട്ടാണ്. നമുക്കറിയാം, മറ്റേ MG ശ്രീകുമാറൊക്കെ പാടി ഷാറുഖ് ഖാൻ അഭിനയിച്ച ആ സിനിമയിലെ ഇവർ രണ്ടുപേരുള്ള പാട്ടാണ്. ഒരുപക്ഷെ ആ ഒരു പാട്ട് രണ്ടാമത് പൊടി തട്ടിയെടുക്കാനും അതൊരു റീലായിട്ട് മാറാനും ഏറ്റവും സാധ്യതയുള്ളത് ഈ പഞ്ചാബ് ഈ വർഷം കപ്പടിക്കുകയാണെങ്കിൽ പ്രീതി സിൻഡയ്ക്ക് കപ്പടിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം പ്രീതി സിൻഡ നല്ലൊരു ടീം, പ്രീതി സിൻഡ അല്ല, ഈ പഞ്ചാബ് നല്ലൊരു ടീമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് പ്രീതി സിൻഡയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബഹുമതി തന്നെയാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്യാപ്റ്റൻ അവരുടെ കൂടെയുണ്ട്. ഏറ്റവും മികച്ച ലോകത്തിൽ ഒരു കാലത്ത് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന റിക്കി പോണ്ടിങ് ഉണ്ട്. ഈ ഒരു സമയത്ത് ഇത്രയും വലിയൊരു സ്കോർ ചേസ് ചെയ്ത സമയത്ത് പോലും ഞാൻ റിക്കി പോണ്ടിങ്ങിൻ്റെ ഒരു പഴയ ഇന്നിങ്സാണ് ഓർമ്മിക്കുന്നത്. 2006 മാർച്ച് 12 ജോഹാനസ്ബർഗിൽ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം നടന്നു. അന്ന് ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു. അതായത് 800-ലധികം റൺസ് പിറന്ന 434 ചേസ് ചെയ്തുകൊണ്ട് 438 അന്ന് സൗത്ത് ആഫ്രിക്ക നേടുകയുണ്ടായി. അന്ന് ആ മത്സരത്തിൽ റിക്കി പോണ്ടിങ് സെഞ്ചുറി നേടുന്നു. ആദ്യം ബാറ്റ് ചെയ്ത് റിക്കി പോണ്ടിങ്ങിന്റെ സെഞ്ചുറി വരുന്നു, 160+ റൺസ് വരുന്നു. അതിനുശേഷം 434 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 300-ന്റെയും 350-ന്റെയും ഒക്കെ ഇടക്ക് റൺസ് പിറക്കുന്ന, അതെ, ഒരു 350 റൺസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ സേഫ് സ്കോറാണ്. ആ സമയത്താണ് 434 റൺസ് ആ ഒരു ഏകദിന മത്സരത്തിൽ പിറക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൗത്ത് ആഫ്രിക്ക തോക്കുമെന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അപ്പുറത്ത് റിക്കി പോണ്ടിങ് അടിച്ചതുപോലെ തന്നെ ഹെർഷലെ ഗിബ്സിന്റെ 175 വരുന്നു. അതുപോലെ തന്നെ ഗ്രെയിം സ്മിത്തിന്റെ ഇന്നിങ്സ് വരുന്നു. അതുപോലെ ലാസ്റ്റ് എല്ലാവരും ടെലിമാക്കസിന്റെ ബൗണ്ടറി, മാർക്ക് ബൗച്ചറിന്റെ ഇന്നിങ്സുകൾ, അങ്ങനെ എല്ലാവരും കൂടി ഒരു ടീം എഫേർട്ടായിട്ട് ആ ഒരു സ്കോർ, ഒരു പന്ത് ബാക്കി നിൽക്കെ 1 വിക്കറ്റ് നഷ്ടത്തിൽ അന്ന് സൗത്ത് ആഫ്രിക്ക ജയിച്ചൊരു മത്സരമുണ്ട്. അപ്പോൾ റിക്കി പോണ്ടിങ് ആ മത്സരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ കോച്ചായിട്ട് അവരുടെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാഠങ്ങൾ കൃത്യമായിട്ടും പഞ്ചാബ് കിങ്സ് പിന്നെ ശ്രേയസ് അയ്യരുടെ കൂടെ നിന്നുകൊണ്ട് ഗ്രൗണ്ടിൽ ഇത് ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ KL രാഹുലിൻ്റെ ഇന്നിങ്സ് എടുത്ത് പറയേണ്ടതാണ്. കാരണം KL രാഹുൽ, നമുക്കറിയാം, KL രാഹുലിൻ്റെ ഇന്നിങ്സുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന 1-2 ഇന്നിങ്സുകളുണ്ട്. അതിലൊരു ഇന്നിങ്സ് 2023 ലോകകപ്പ് ഫൈനലിലെ ഇന്നിങ്സാണ്. ആ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കപ്പ് കിട്ടുമായിരുന്നു എന്ന് കരുതുന്നവർ ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിന് പകരം ആ സമയത്ത് സഞ്ജു സാംസനെ പോലത്തെ ഒരാൾ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കപ്പടിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നത്. കാരണം അത് അത്രയും എന്താ പറയുക, റണ്ണുകൾ, ബോളുകൾ ഈറ്റ് ചെയ്തൊരു ഇന്നിങ്സ് ആയിരുന്നു. അത്രയും 100-ലധികം പന്തുകൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ 63 റൺസ്, അതായത് ഇന്നിങ്സിൻ്റെ വേഗം, ഇന്ത്യയുടെ താളം ഒരുപാട് കുറച്ച ഇന്നിങ്സ് ആയിരുന്നു. ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഇന്നിങ്സാണ്. അതിനുശേഷമുള്ള ഒരു ഇന്നിങ്സ് എന്നുള്ളത് 19 പന്തുകളിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേഗതയേറിയ ഒരു IPL ഇന്നിങ്സ് ഉണ്ടായിരുന്നു 2017-18. ഈ രണ്ട് ഇന്നിങ്സുകൾക്കിടയിൽ എവിടെയോ ആണ് ശരിക്കും KL രാഹുൽ.
അദ്ദേഹത്തിൻ്റെ പ്രതിഭ നമുക്കറിയാം. അദ്ദേഹത്തിന് 19 പന്തുകളിൽ 50 അടിക്കാനും പറ്റും, എനിക്ക് മുണ്ടെടുക്കാനും അറിയാം. മറ്റേ നമ്മുടെ ഇതിലെ ഡയലോഗ് ഉണ്ടല്ലോ, ജതിൻ രാംദാസിന്റെ ഡയലോഗ് പോലെയാണ്, എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, മുണ്ട് മടക്കി കുത്താനും അറിയാം എന്ന തരത്തിലുള്ള റെഫറൻസ് എന്റെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കരുതിയതായിരുന്നു. അല്ല, ആ ഒരു സ്റ്റൈലുള്ള കളിക്കാരനാണ്. രണ്ടിന്റെ ഇടയിലാണ്. 19 പന്തിൽ 50 അടിക്കാനും അറിയാം, 100-ലധികം പന്തുകൾ നേരിട്ട് 50 റൺസ് അടിക്കാനും അറിയാം. അപ്പം അങ്ങനെയുള്ളൊരു ഇതിന്റെ ഇടക്ക് പെട്ടിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ടെൻഷനാണ്, എനിക്കിതാവൂ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ എടുത്ത് പുറകിൽ പിന്നെ ചുമന്നുകൊണ്ട് നടന്നു പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 3-4 സീസണുകൾ IPL ഇന്നിങ്സ്. പഞ്ചാബിനൊപ്പമുള്ള സമയത്തും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ഇന്നിങ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എഴിഞ്ഞു പോകും 40 പന്തിൽ ഒരു 50 റൺസ് മതി, അല്ലെങ്കിൽ 60 റൺസ് രീതിയിൽ ഉള്ള KL രാഹുൽ അദ്ദേഹം ഇന്ന് 152 എന്ന വലിയൊരു സ്കോറിലേക്ക്, ഒരു ഇന്ത്യൻ ബാറ്ററുടെ ഏറ്റവും ഉയർന്ന IPL സ്കോറാണ്. നമ്മൾ ക്രിസ് ഗെയിലിന്റെ 175 പറയുന്നു, അതുപോലെ തന്നെ ബ്രണ്ടൻ മക്കുലത്തിന്റെ 158 പറയുന്നു. അതിനുശേഷം മൂന്നാമത്തെ സ്കോർ ഒരു ഇന്ത്യന്റെ ഏറ്റവും ഉയർന്ന സ്കോർ. അപ്പം അങ്ങനെയും എനിക്ക് പറ്റുമെന്ന് തെളിയിച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു KL രാഹുലിൻ്റെത്. അദ്ദേഹത്തിന്റെ പ്രതിഭയെ ശരിക്കും തിരിച്ചറിഞ്ഞു എന്ന തരത്തിലുള്ള ഇന്നിങ്സ് ആണ്. പലപ്പോഴും വലിയൊരു ടെൻഷനൊക്കെ ഏന്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ തന്നെ ഇത്രയും ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും പഞ്ചാബിന് ഈ ഗോയങ്കയുടെ ടീമിനൊപ്പം ഉള്ള സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ടെൻഷൻ തല താഴ്ത്തിയിരിക്കുന്ന രാഹുൽ, പഞ്ചാബിനൊപ്പം ഉണ്ടായിരുന്ന രാഹുൽ, ഒരു മേലെടുത്ത് രാഘവൻ നായരായി നിന്ന് ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തന്റെ ചുമലിൽ നിർത്തിക്കൊണ്ട് നടന്നു പോകുന്ന ഒരു KL രാഹുൽ ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് കന്നൂർ ലോകേഷ് രാഹുൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ച ഒരു ഇന്നിങ്സ് ആണ്. ഈ ഒരു ഇന്നിങ്സ് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഓറഞ്ച് ക്യാപ്പ് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞു. അതായത് ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് 21 സ്ഥാനത്തായിരുന്നു റൺ ഗെറ്റർമാരിൽ. 20 സ്ഥാനങ്ങൾ ഒരൊറ്റ മത്സരം കൊണ്ട് 21 സ്ഥാനം മേൽ കയറി ഓറഞ്ച് ക്യാപ്പ് അദ്ദേഹം തൂക്കി എന്നുള്ളത് തന്നെയാണ് ഈ മത്സരം. പക്ഷേ അദ്ദേഹത്തിന് 2 ലൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ സ്കോർ 12-ലെത്തിയപ്പോ തന്നെ അദ്ദേഹം പുറത്താകേണ്ടതായിരുന്നു. അത് ശശാങ്ക് സിംഗ് നമുക്കറിയാം 3 ക്യാച്ചുകളാണ് അദ്ദേഹം കൈവിട്ടത്. ലാസ്റ്റ് ശ്രേയസ് എല്ലാം കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ആ ഏറ്റവും അവസാനത്തെ ക്യാച്ച്. അത് പിന്നെ അവർ വിജയം ഉറപ്പിച്ചതായതുകൊണ്ടായിരിക്കും ചൂടാവുന്നത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ 12ാമത്തെ ഇൻഡിവിജ്വൽ സ്കോർ 12-ലെത്തിയപ്പോൾ പുറത്താണ്ടായിരുന്നു. ഒപ്പം തന്നെ 51ാമത് ഇൻഡിവിജ്വൽ സ്കോർ 51-ൽ നിൽക്കുമ്പോഴും KL രാഹുലിന്റെ ഒരു ക്യാച്ച് വിടുന്നുണ്ട്. ആ ക്യാച്ചിന് 12-ൽ വിട്ട ക്യാച്ചിന് 140 റൺസിന്റെ വില കൊടുക്കേണ്ടി വന്നു. ഇതും ഈ മത്സരം വിജയിച്ചതുകൊണ്ട് ആണ് അദ്ദേഹത്തിന്, ശശാങ്കിനും വലിയ ഭാഗ്യമുണ്ട്. ആ 2 മത്സരം പരാജയപ്പെട്ടിരുന്നു നല്ല തെറി കിട്ടുന്നതായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് അവർ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് പഞ്ചാബില് സേഫായി പോകുന്നു. പഞ്ചാബില് പ്രസന്നവതയായിട്ടുള്ള ഒരു പിന്നെ ഓണർ ഉണ്ട്, പക്ഷെ ഒട്ടും പ്രസന്നവതയല്ലാത്ത ഒരു കോച്ച് ഉണ്ട്, റിക്കി പോണ്ടിങ്. കഴിഞ്ഞ മത്സരത്തില് ലസികരായ മത്സരത്തിൽ 3 ക്യാച്ച് വിടുമ്പോൾ റിക്കി പോണ്ടിങ് അതിരൂക്ഷമായിട്ട് നോക്കുന്നത് നമ്മളെല്ലാം TV സ്ക്രീനിൽ കണ്ടു. ഈ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തപ്പോഴാണ് അപ്പുറത്ത് ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത മറ്റൊരാളുണ്ട്, കരുൺ നായർ. 2 ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തു. അതായത് 2 ശ്രേയസിന്റെ അത്രയും ഈസി ക്യാച്ച് അദ്ദേഹം ഡ്രോപ്പ് ചെയ്യുന്നു പറയുമ്പോൾ നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അതിന് തൊട്ട് മുമ്പ് നല്ലൊരു ക്യാച്ച് പിടിച്ച് ഒരു ആക്ഷനൊക്കെ നടത്തിയതായിരുന്നു. ആക്ഷനൊക്കെ നടത്തി നിൽക്കുന്നതാണ്. അത് മാത്രമല്ല ആ സമയത്തുള്ള ശ്രേയസ് അയ്യരുടെ ഇന്നിങ്സ് നോക്കുമ്പോൾ അദ്ദേഹം 60+ റൺസ് നേടി. പക്ഷേ ആദ്യം 21 പന്തിൽ 27 റൺസ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ശ്രേയസ് അയ്യർ പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യുകയാണ്. അതായത് ഈ ക്യാച്ച് ഡ്രോപ്പിന് ശേഷം ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം പിന്നെയും ക്യാച്ച് ഡ്രോപ്പ് ചെയ്യാണ്. ഇതേ കരുൺ നായരാണ് പ്ലീസ് ഗീവ് മീ 1 more ചാൻസ് ക്രിക്കറ്റ്, ഡിയർ ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം മുമ്പ് പോസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൽ അവസരം ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം, പക്ഷേ ഈ IPL ഒരു മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് 2 ചാൻസ് ലഭിച്ചു, 2ഉം ഡ്രോപ്പ് ചെയ്തു. എതിർ ടീം വിജയിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പഞ്ചാബിനെ തോൽപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാച്ചസ് എത്രത്തോളം നിർണായകമാണ് എന്ന് തെളിയിക്കുന്ന ഒരു മത്സരം. ക്യാച്ച് പിടിക്കാൻ ശ്രമിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു ഗ്രൗണ്ടിലേക്കൊക്കെ ആംബുലൻസ് വരുന്നത് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് ക്രിക്കറ്റ് മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഗ്രൗണ്ടിലേക്ക് ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരുന്നു. ലുങ്കി എങ്കിടി പിന്നെ പരിക്കിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ. ഇതുവരെ പുതിയ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. മാത്രമല്ല ഇന്നിങ്സിന്റെ 3ാമത്തെ ഓവറിൽ തന്നെയാണ്. മാത്രമല്ല കുറച്ചുകൂടി ഒരു 3 ഓവർ കൂടി സേഫ് ആക്കാൻ അദ്ദേഹത്തിന് കഴിയും. തീർച്ചയായിട്ടും എങ്കിടി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളറാണ്. ഇതേപോലെ തന്നെയാണ് ശ്രേയസ് അയ്യർക്ക് കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇങ്ങനെ ഒരു ഡൈവ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു 3-4 മാസം അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടൊരു ചരിത്രമുണ്ട്. അപ്പോൾ എങ്കിടിയുടെ പരിക്ക് ഒരു വലിയൊരു കൺസേൺ തന്നെയായിരുന്നു. ഒപ്പം തന്നെ ബോളർമാരുടെ കാര്യം പറയുമ്പോൾ ഒരു ഒറ്റ കാര്യം കൂടി, അതായത് ഇന്ന് 2 ടീമിലെയും 12 ബോളർമാരാണ് പന്തെറിഞ്ഞിട്ടുള്ളത്. ഒരാൾ പോലും 10-ൽ താഴെ ഇക്കോണമിയിൽ പന്തെറിഞ്ഞിട്ടില്ല. 12 പേരിൽ എല്ലാവർക്കും 10-ന് മുകളിലാണ് ഇക്കോണമി എന്നുള്ളതും കൂടി ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകതയായിരുന്നു. തീർച്ചയായിട്ടും. അതായത് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ ഒരു മത്സരത്തിന്റെ
സാക്ഷികളായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവർ വിജയ കുതിപ്പ് തുടരുകയാണ്. പ്രീതി സിൻഡയുടെ മുഖത്ത് മറ്റൊരു ചിരി കൂടി പ്രത്യക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ശ്രേയസ് അയ്യർ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിലും മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. IPL മറ്റൊരു മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഇരിക്കാം.